ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ SCERT സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. പാലിൻ്റെ ശുദ്ധത അളക്കുന്ന ഉപകരണം ഏതാണ്? ലാക്ടോമീറ്റർ. പാലിൻ്റെ ശുദ്ധത അളക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ ആണ്. മണ്ണെണ്ണ വിളക്കിൻ്റെ തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്നു വരുന്നതിന് കാരണം എന്താണ്? കേശികത്വം. മണ്ണെണ്ണ വിളക്കിൻ്റെ തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്നു വരുന്നതിന് കാരണം കേശികത്വം മൂലമാണ്. ഒരേയിനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അറിയപ്പെടുന്നത് കൊഹിഷൻ ബലം എന്നാണ്. എന്നാൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അറിയപ്പെടുന്നത് അഡ്ഹിഷൻ ബലം എന്നുമാണ്. അപ്പോൾ ഒരേയിനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. എന്നാൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ ബലം. ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതിന് കാരണം എന്താണ്? പ്രതലബലം മൂലമാണ്. ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതിന് കാരണം പ്രതലബലം മൂലമാണ്. ദ്രാവക ഉപരിതലത്തിൽ ബ്ലേഡ് പൊങ്ങിക്കിടക്കാനുള്ള കാരണം എന്താണ്? പ്രതലബലം മൂലമാണ്. ദ്രാവക ഉപരിതലത്തിൽ ബ്ലേഡ് പൊങ്ങിക്കിടക്കാൻ കാരണം പ്രതലബലം മൂലമാണ്. ചോക്ക് ഉപയോഗിച്ച് മഷി ഒപ്പിയെടുക്കാൻ സാധിക്കുന്നത് എന്തുമൂലമാണ്? കേശികത്വം മൂലമാണ്. ചോക്ക് ഉപയോഗിച്ച് മഷി ഒപ്പിയെടുക്കാൻ സാധിക്കുന്നത് കേശികത്വം മൂലമാണ്. മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനമാണ്? പാസ്കൽ നിയമം. മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നത് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനമാണ്. പാസ്കൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാമാണ്? വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, മണ്ണുമാന്തി യന്ത്രം എന്നിവയൊക്കെ പാസ്കൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. ഒന്നുകൂടെ പറയാം. വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, മണ്ണുമാന്തി യന്ത്രം എന്നിവയൊക്കെ പാസ്കൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണം. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണമാണ്. വസ്തുക്കളുടെ വലിയ പ്രതിബിംബം ലഭിക്കുവാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺകേവ് ദർപ്പണമാണ്. ഇപ്പോൾ വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണവും വലിയ പ്രതിബിംബം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് മിററുമാണ്. ഇനി വസ്തുവിന് സമാനമായ പ്രതിബിംബം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? സമതല ദർപ്പണം. വസ്തുവിന് സമാനമായ പ്രതിബിംബം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് സമതല ദർപ്പണം. നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത് സമതല ദർപ്പണമാണ്. വൈദ്യുതിയെ കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് ചാലകങ്ങൾ എന്ന പേരിലാണ്. വൈദ്യുതിയെ കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്ന പേരെന്താണ്? ചാലകങ്ങൾ എന്നാണ്. വൈദ്യുതിയെ കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഇൻസുലേറ്റർ എന്നുമാണ്. ഇപ്പോൾ ചാലകങ്ങളുടെ ഉദാഹരണം നമുക്കറിയാം. വെള്ളി, അതുപോലെ അലുമിനിയം, ഇതൊക്കെ ഇരുമ്പ്, ഇതെല്ലാം ഈ ചാലകങ്ങൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഇൻസുലേറ്റർ, റബ്ബറൊക്കെ ഇൻസുലേറ്ററിനും ഉദാഹരണമാണ്. വൈദ്യുതിയെ കടത്തിവിടാത്തതാണ് റബ്ബർ, പ്ലാസ്റ്റിക് എന്നിവയൊക്കെ. ഇനി മഴവില്ല് ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താണ്? പ്രകീർണനമാണ്. പ്രകീർണനം എന്ന പ്രകാശത്തിൻ്റെ പ്രതിഭാസം മൂലമാണ് മഴവില്ലുണ്ടാകുന്നത്. മഴവില്ലുണ്ടാകുന്നതിന് കാരണം പ്രകീർണനമാണ്. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരെന്താണ്? പ്രകീർണനം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. കൃത്രിമ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? അൽനിക്കോ.
കൃത്രിമ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. സ്വതന്ത്രമായി ചലിക്കുന്ന ബാർ കാന്തം എപ്പോഴും ഏത് ദിശയിലാണ് നിൽക്കുന്നത്? തെക്ക് വടക്ക് ദിശയിൽ. സ്വതന്ത്രമായി ചലിക്കുന്ന ബാർ കാന്തം എപ്പോഴും ഏത് ദിശയിലാണ് നിൽക്കുന്നത്? തെക്ക് വടക്ക് ദിശയിലായിരിക്കും നിൽക്കുന്നത്. കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു, അതുപോലെ കാന്തത്തിന്റെ വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. ഒരു കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു, അതുപോലെ കാന്തത്തിന്റെ വിജാതീയ ധ്രുവങ്ങൾ എപ്പോഴും ആകർഷിക്കുകയും ചെയ്യുന്നു. ആകർഷിക്കുന്നത്, ഒരുമിച്ച് മുട്ടുന്നത് വിജാതീയ ധ്രുവങ്ങളാണ്. ചക്രങ്ങളില്ലാതെ തന്നെ പാളത്തിന് മുകളിലൂടെ പാഞ്ഞു പോകുന്ന ട്രെയിനുകളാണ് മാഗ്ലെവ് ട്രെയിനുകൾ. ഇതിൻ്റെ പൂർണ്ണമായൊരു പേര് അല്ലെങ്കിൽ മറ്റൊരു പേര് മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിനുകൾ എന്നാണ്. ചക്രങ്ങളില്ലാതെ തന്നെ പാളത്തിന് മുകളിലൂടെ പാഞ്ഞു പോകുന്ന ഒരുതരം ട്രെയിനാണ് മാഗ്ലെവ് ട്രെയിൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിനുകൾ. ഒപ്റ്റിക്കൽ ഫൈബർ നിർമ്മിച്ചതിന് ശേഷം ആദ്യമായി പ്രയോജനപ്പെടുത്തിയത് മെഡിക്കൽ രംഗത്ത് ഒരു ഉപകരണം നിർമ്മിക്കാൻ വേണ്ടിയാണ്. എന്തിൻ്റെ ഉപകരണമാണ്? എൻഡോസ്കോപ്പ്. ഒപ്റ്റിക്കൽ ഫൈബർ നിർമ്മിച്ചതിന് ശേഷം അത് ആദ്യമായി പ്രയോജനപ്പെടുത്തിയത് എൻഡോസ്കോപ്പ് എന്ന മെഡിക്കൽ രംഗത്തെ ഉപകരണം നിർമ്മിക്കാനാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ പ്രവർത്തന തത്വം എന്താണ്? പൂർണ്ണാന്തര പ്രതിഫലനം. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ പ്രവർത്തന തത്വം പൂർണ്ണാന്തര പ്രതിപതനമാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? രോഗനിർണയം, ശരീരത്തിൽ മരുന്നിന്റെ പ്രവർത്തനം അറിയാൻ, പിന്നെ വാർത്താവിനിമയ രംഗത്തും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണ്? മെഡിക്കൽ ഫീൽഡിൽ രോഗനിർണയം നടത്താനും അതുപോലെ ശരീരത്തിൽ മരുന്നിന്റെ പ്രവർത്തനം അറിയാനും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വാർത്താവിനിമയ രംഗത്തും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിക്കുന്നുണ്ട്. കാറ്റിന്റെ രാജ്യം എന്നറിയപ്പെടുന്ന ഏത് രാജ്യമാണ്? ഡെൻമാർക്കാണ്. കാറ്റിന്റെ രാജ്യം എന്നറിയപ്പെടുന്നത് ഡെൻമാർക്കാണ്. കാറ്റ് ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്? ജർമ്മനി. കാറ്റ് ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം ജർമ്മനിയാണ്. കാറ്റ് ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5. കാറ്റ് ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 5-ാമതാണ്. സൗരോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന റിഫ്ലക്ടർ ഏതാണ്? കോൺകേവ് റിഫ്ലക്ടർ. സൗരോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന റിഫ്ലക്ടറാണ് കോൺകേവ് റിഫ്ലക്ടർ. ഏറ്റവും കൂടുതൽ സോളാർ തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഏറ്റവും കൂടുതൽ സോളാർ തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. കേരളത്തിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കഞ്ചിക്കോടും രാമക്കൽമേടും. കേരളത്തിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങൾ കഞ്ചിക്കോടും രാമക്കൽമേടുമാണ്. ഇതിൽ കഞ്ചിക്കോട് ഏത് ജില്ലയിലാണ്? പാലക്കാടും. രാമക്കൽമേട് ഇടുക്കി ജില്ലയിലുമാണ്. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് എന്താണ്? സമ്പുഷ്ട യുറേനിയം. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. ആണവ ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് കഴിക്കാൻ നൽകുന്ന ഗുളിക ഏതാണ്? പൊട്ടാസ്യം സയനൈഡ്. ആണവ ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് കഴിക്കാൻ നൽകുന്ന ഗുളിക പൊട്ടാസ്യം അയഡൈഡ് ഗുളികളാണ്. അതുപോലെ ആണവ ദുരന്ത സാധ്യതയുള്ള മേഖലകളിലെ ജനങ്ങളുടെ ആഹാര പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കേണ്ട പ്രധാന ഘടകം എന്താണ്? അയഡിനാണ്. ആണവ ദുരന്ത സാധ്യതയുള്ള മേഖലകളിലെ ജനങ്ങളുടെ ആഹാര പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കേണ്ട പ്രധാന ഘടകം അയഡിനാണ്. ഇന്ത്യയിലെ പ്രധാന ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ ഏതെല്ലാമാണ്? താരാപൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം എന്നിവയൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാന ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ ഏതൊക്കെയാണ്? താരാപൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം എന്നിവയാണ്. ഗ്രാമീണ മേഖലയിലുള്ള
18 വയസ്സ് പൂർത്തിയായവർക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഗ്രാമീണ മേഖലയിലുള്ള 18 വയസ്സ് പൂർത്തിയായവർക്ക് വർഷത്തിൽ 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് മാസം 10 കിലോ അരി സൗജന്യമായി നൽകുന്ന പദ്ധതി ഏതാണ്? അന്നപൂർണ. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് മാസം 10 കിലോ അരി സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് അന്നപൂർണ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് മാസം 35 കിലോ അരി 3 രൂപ നിരക്കിലും ഗോതമ്പ് കിലോയ്ക്ക് 2 രൂപ നിരക്കിലും നൽകുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന പദ്ധതി. AAY എന്ന് പറയും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് മാസം 35 കിലോ അരി 3 രൂപ നിരക്കിലും ഗോതമ്പ് കിലോയ്ക്ക് 2 രൂപ നിരക്കിലും നൽകുന്ന പദ്ധതിയാണ് AAY, അതായത് അന്ത്യോദയ അന്നയോജന പദ്ധതി. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷം ഏതാണ്? 2013. ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെന്റിൽ അംഗീകരിച്ച വർഷം 2013 ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത് ആണ്. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച ആരാണ്? ദാദാബായി നവറോജി. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ദാദാബായി നവറോജിയാണ്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല അഥവാ കാർഷിക മേഖല എന്ന് പറയുന്നത്. 3 മേഖലകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതായത് സാമ്പത്തിക മേഖലയാണ്, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് ഒന്നാമത്തെ മേഖലയായ പ്രാഥമിക മേഖല. ഈ മേഖല തന്നെയാണ് കാർഷിക മേഖലയെന്നും അറിയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം എന്നിവ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം എന്നിവ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളാണ്. അടുത്തത്, പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല ആണ് ദ്വിതീയ മേഖല എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ വ്യവസായ മേഖലയൊക്കെ ദ്വിതീയ മേഖലയാണ്. അപ്പോൾ ദ്വിതീയ മേഖലയുടെ മറ്റൊരു പേരാണ് വ്യവസായ മേഖല. ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം എന്നിവയൊക്കെ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രവർത്തനങ്ങളാണ്. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് തൃതീയ മേഖല. ഈ തൃതീയ മേഖലയുടെ മറ്റൊരു പേരാണ് സേവന മേഖല. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് തൃതീയ മേഖല അഥവാ സേവന മേഖല. തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസം, IT എന്നിവ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ സാമ്പത്തിക മേഖലയെ 3ആയി തിരിച്ചിരിക്കുന്നു: പ്രാഥമിക മേഖലയെന്നും ദ്വിതീയ മേഖലയെന്നും തൃതീയ മേഖലയെന്നും. പ്രാഥമിക മേഖലയാണ് കാർഷിക മേഖല എന്നറിയപ്പെടുന്നത്. ദ്വിതീയ മേഖല വ്യവസായ മേഖല എന്നും അറിയപ്പെടുന്നു. തൃതീയ മേഖല സേവന മേഖലയെന്നും അറിയപ്പെടുന്നു. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മേഖലകളിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളാണ്. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം എന്നിവയാണ്. ദ്വിതീയ മേഖല അഥവാ വ്യാവസായിക മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം എന്നിവയാണ്. തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ
വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംവരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസം, IT എന്നിവയാണ്. ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ജോഹന്നാസ് കെപ്ലർ. ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ജോഹന്നാസ് കെപ്ലർ ആണ്. മാവിൻ്റെ കൊമ്പ് കുലുങ്ങുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങ അടർന്നു വീഴുന്നതിന് കാരണം എന്താണ്? നിശ്ചല ജഡത്വം. മാവിൻ്റെ കൊമ്പ് നമ്മൾ കുലുക്കുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന സമയത്ത് മാങ്ങ അടർന്നു വീഴുന്നതിനുള്ള കാരണം നിശ്ചല ജഡത്വമാണ്. പ്രകൃതിവാതകത്തിലെ മുഖ്യ ഘടകം എന്താണ്? മീഥെയ്നാണ്. പ്രകൃതിവാതകത്തിലെ മുഖ്യ ഘടകം മീഥെയ്നാണ്. ഇന്ധനങ്ങളുടെ ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. നമുക്കറിയാവുന്നതാണ്, കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. തീ അണയ്ക്കാൻ സഹായിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അപ്പോൾ ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഓക്സിജനാണ്. ചുവപ്പ് വർണ്ണം ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവ് എത്രയാണ്? 42.7 ഡിഗ്രിയാണ്. ചുവപ്പ് വർണ്ണം ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോൺ 42.7 ഡിഗ്രിയാണ്. വയലറ്റ് വർണ്ണം ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവ് എത്രയാണ്? 40.8 ഡിഗ്രിയാണ്. വയലറ്റ് വർണ്ണം ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോൺ 40.8 ഡിഗ്രിയാണ്. മഴവില്ലിൻ്റെ പുറംവക്കിൽ കാണപ്പെടുന്ന വർണ്ണം ഏതാണ്? ചുവപ്പ്. മഴവില്ലിൻ്റെ പുറംവക്കിൽ കാണപ്പെടുന്ന വർണ്ണം ചുവപ്പും മഴവില്ലിൻ്റെ അകവശത്ത് കാണപ്പെടുന്ന നിറം വയലറ്റുമാണ്. പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? പച്ച, നീല, ചുവപ്പ് എന്നിവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ. പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? പച്ച, നീല, ചുവപ്പ്. മറ്റു വർണ്ണങ്ങൾ ചേർന്ന് നിർമ്മിക്കാൻ കഴിയാത്ത വർണ്ണങ്ങളാണ് പ്രാഥമിക വർണ്ണങ്ങൾ. പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? ദ്വിതീയ വർണ്ണങ്ങൾ എന്നാണ്. പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന നിറങ്ങളാണ് ഈ ദ്വിതീയ വർണ്ണങ്ങൾ. ദ്വിതീയ വർണ്ണങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? മഞ്ഞ, സിയാൻ, മജന്ത എന്നിവയാണ് ദ്വിതീയ വർണ്ണങ്ങൾക്ക് ഉദാഹരണങ്ങൾ. ദ്വിതീയ വർണ്ണങ്ങൾക്ക് ഉദാഹരണങ്ങൾ മഞ്ഞ, സിയാൻ, മജന്ത എന്നിവയാണ്. ഇതിൽ മഞ്ഞ നിറം ഏതൊക്കെ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടായതാണ്? ചുവപ്പും പച്ചയും. അപ്പോൾ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നാണ് ഈ ദ്വിതീയ വർണ്ണങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ദ്വിതീയ വർണ്ണമായ മഞ്ഞ നിറം ഉണ്ടായിരിക്കുന്ന ഏതൊക്കെ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നാണ്? ചുവപ്പും പച്ചയും ചേർന്ന് മഞ്ഞ ഉണ്ടാകുന്നു. ചുവപ്പും പച്ചയും ചേർന്ന് മഞ്ഞ നിറം ഉണ്ടാകുന്നു. പച്ചയും നീലയും ചേർന്നാണ് സിയാൻ നിറം ഉണ്ടാകുന്നത്. പച്ചയും നീലയും ചേർന്ന് സിയാൻ. നീലയും ചുവപ്പും ചേർന്ന് ഉണ്ടാകുന്ന ദ്വിതീയ വർണ്ണമാണ് മജന്ത. നീലയും ചുവപ്പും ചേർന്നാണ് മജന്ത നിറം ഉണ്ടാകുന്നത്. 3 പ്രാഥമിക വർണ്ണങ്ങളും സംയോജിക്കുമ്പോൾ ലഭിക്കുന്ന നിറമാണ് ധവളപ്രകാശം എന്നറിയപ്പെടുന്നത്. അത് വെള്ള നിറമാണ്. 3 പ്രാഥമിക വർണ്ണങ്ങളും സംയോജിക്കുമ്പോൾ ലഭിക്കുന്ന നിറം ധവളപ്രകാശം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ 0.0625 സെക്കൻഡ് അല്ലെങ്കിൽ 16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരെന്താണ്? വീക്ഷണ സ്ഥിരത. ഒരു ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ 16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത് ആരാണ്? വിൽസൺ ഗ്രേറ്റ് ബാച്ച്. കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ്. മനുഷ്യൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 4. മനുഷ്യൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4 ആണ്. മനുഷ്യഹൃദയത്തിലെ മുകളിലത്തെ 2 അറകളാണ് ഏട്രിയം അഥവാ ഓറിക്കിളുകൾ. മനുഷ്യഹൃദയത്തിലെ മുകളിലത്തെ 2 അറകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഏട്രിയം അഥവാ ഓറിക്കിളുകൾ. മനുഷ്യഹൃദയത്തിൻ്റെ താഴത്തെ 2 അറകളാണ് വെൻട്രിക്കിളുകൾ. മനുഷ്യഹൃദയത്തിൻ്റെ താഴത്തെ 2 അറകൾ അറിയപ്പെടുന്നത് വെൻട്രിക്കിളുകൾ എന്ന പേരിലാണ്. ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വാൽവ് ഏതാണ്? ബൈകസ്പിഡ് വാൽവാണ്. ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വാൽവ് ബൈകസ്പിഡ് വാൽവാണ്. വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വാൽവ് ഏതാണ്? ട്രൈകസ്പിഡ് വാൽവാണ്.
വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വാൽവ് ട്രൈകസ്പിഡ് വാൽവാണ്. മനുഷ്യ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം ഏത് അവയവമാണ്? കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം കരളാണ്. മനുഷ്യ ശരീരത്തിൽ പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? പ്ലീഹ. മനുഷ്യ ശരീരത്തിൽ പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം പ്ലീഹയാണ്. പ്ലീഹയുടെ നിറം എന്താണ്? പർപ്പിൾ നിറം. പ്ലീഹയുടെ നിറം പർപ്പിൾ നിറമാണ്. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം ഏതാണ്? അയഡിൻ. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം അയഡിനാണ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 9 മുതൽ 11 വരെ മില്ലിഗ്രാം 100 മില്ലി ലിറ്റർ രക്തത്തിൽ. അപ്പോൾ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് 100 മില്ലി ലിറ്റർ രക്തത്തിൽ 9നും 11നും ഇടയ്ക്ക് മില്ലിഗ്രാം കാൽസ്യമാണ് ഉള്ളത്. മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിനാണ്. മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിനാണ്. വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? വാസോപ്രസിൻ. വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിനാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാടാണ്. മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ്? നിക്കൽ. നിക്കൽ എന്ന ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ആ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് മോൺസ് പ്രക്രിയ. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം ഏതാണ്? കടും നീല നിറം. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറമാണ് കടും നീല നിറം. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ ഏതാണ്? 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിലുള്ള മഴയും ഉള്ള കാലാവസ്ഥയാണ് ഈ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ. 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതിന് ഇടയിൽ ഉള്ള താപനിലയും ചെറിയ തോതിലുള്ള മഴയുമാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തി തുണി വ്യവസായമാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് ആരുമായി ബന്ധപ്പെട്ടതാണ്? വൈകുണ്ഠസ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികളാണ്. ചരിവ് കൂടുതലുള്ള ഭാഗങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തിനുള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കുന്നത്? ഉരുൾപൊട്ടൽ. ചരിവ് കൂടുതലുള്ള ഭാഗങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കുന്നു. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡുകളാണ്. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് എന്താണ്? ആൽക്കലികളുമാണ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡുകളും ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് ആൽക്കലികളുമാണ്. കണ്ണുനീരിൻ്റെ pH മൂല്യം എത്രയാണ്? 7.4. കണ്ണുനീരിൻ്റെ pH മൂല്യം 7.4 ആണ്. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ടാനിക് ആസിഡ്. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ടാനിക് ആസിഡാണ്. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം അറിയപ്പെടുന്ന പേരെന്താണ്? ഭ്രമണം. വൃത്താകാര പാതയിലൂടെയുള്ള ചലനം അറിയപ്പെടുന്നത് വർത്തുള ചലനം എന്ന പേരിലാണ്. വൃത്താകാര പാതയിലൂടെയുള്ള ചലനം അറിയപ്പെടുന്നത് വർത്തുള ചലനം എന്ന പേരിലാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി.
മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറുകളാണ് അരിപ്പ കിണറുകൾ. മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? അരിപ്പ കിണറുകൾ എന്നാണ്. ജലത്തെ ഉൾക്കൊള്ളാനുള്ള മണ്ണിൻ്റെ ശേഷി അറിയപ്പെടുന്ന പേരെന്താണ്? സുഷിരിതാവസ്ഥ. ജലത്തെ ഉൾക്കൊള്ളാനുള്ള മണ്ണിൻ്റെ സവിശേഷതയാണ് സുഷിരിതാവസ്ഥ എന്നറിയപ്പെടുന്നത്. ഈ സുഷിരിതാവസ്ഥയുള്ള പദാർത്ഥത്തിന് ഉദാഹരണം ഏതാണ്? കളിമണ്ണ്. സുഷിരിതാവസ്ഥയുള്ള പദാർത്ഥത്തിന് ഉദാഹരണം കളിമണ്ണാണ്. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായി കാണുന്നതിന് കാരണമെന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ 71% ജലം ആയതിനാലാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായി കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭൂമി നീലഗ്രഹം എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പോൾ ഭൂമിയിൽ കൂടുതലായി ജലമാണുള്ളത്. ഭൂമിയുടെ ഉപരിതലത്തിൽ 71% ജലമാണ്. ജീവൻ ആദ്യമായി ഉണ്ടായത് എവിടെയാണെന്നാണ് കരുതപ്പെടുന്നത്? ജലത്തിൽ. ജീവൻ ആദ്യമായി ഉണ്ടായത് ജലത്തിലാണെന്നാണ് കരുതപ്പെടുന്നത്. തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നവ ഏതെല്ലാമാണ്? വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ. തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നവ വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ എന്നിവയാണ്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരെല്ലാമാണ്? MJ സ്ലീഡൻ, തിയോഡർ ഷാൻ. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരെല്ലാമാണ്? MJ സ്ലീഡനും തിയോഡർ ഷാനും ചേർന്നാണ്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? MJ സ്ലീഡൻ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ സ്ലീഡനാണ്. ഏത് വർഷമാണ് അദ്ദേഹം ഇത് കണ്ടെത്തിയത്? 1838 ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? തിയോഡർ ഷാനാണ്. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാനാണ്. ഏത് വർഷമാണ് കണ്ടെത്തിയത്? 1839. കോശകേന്ദ്രം കണ്ടെത്തിയതും അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചതും ആരാണ്? റോബർട്ട് ബ്രൗൺ. 1831 കോശകേന്ദ്രം കണ്ടെത്തിയതും അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചതും റോബർട്ട് ബ്രൗൺ ആണ്. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിന്റെ ചുരുക്കെഴുത്ത് എന്താണ്? SI യൂണിറ്റ്സ്. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിന്റെ ചുരുക്കെഴുത്താണ് SI യൂണിറ്റ്സ്. സാധാരണ കടൽ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഉപ്പിന്റെ അളവ് എത്രയാണ്? 1 ലിറ്റർ കടൽ ജലത്തിൽ 35 ഗ്രാം ഉപ്പാണ് ഉള്ളത്. 1 ലിറ്റർ കടൽ ജലത്തിലെ ഉപ്പിന്റെ അളവ് 35 ഗ്രാം ആണ്. മൊബൈൽ ബാറ്ററിയിൽ നിന്നും ലഭിക്കുന്ന കറണ്ട് ഏതാണ്? DC, ഡയറക്റ്റ് കറണ്ട്. മൊബൈൽ ബാറ്ററിയിൽ നിന്നും ലഭിക്കുന്ന കറണ്ട് DC ആണ്. കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരത്തിലുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? മലനാട്. കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരത്തിലുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മലനാട് എന്ന പേരിലാണ്. കേരളത്തിലെ ഭൂപ്രകൃതിയെ 3ആയി തിരിച്ചിട്ടുണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശം. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് മലനാടാണ്. അതാണ് ഈ 75 മീറ്ററിൽ കൂടുതൽ ഉയരത്തിലുള്ള പ്രദേശങ്ങൾ. സമൂഹത്തിലെ സംഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന പ്രധാന ഉപാധി എന്താണ്? മാധ്യമങ്ങൾ. സമൂഹത്തിലെ സംഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. മാധ്യമങ്ങൾ പത്രം, റേഡിയോ, TV എല്ലാം മാധ്യമങ്ങളിൽ ഉൾപ്പെടും. ഗ്രാമപഞ്ചായത്തുകളിൽ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഏതാണ്? ഗ്രാമസഭ. ഗ്രാമപഞ്ചായത്തുകളിൽ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഗ്രാമസഭകളാണ്. അതുപോലെ നഗരസഭകളിലാണെങ്കിൽ ഇതിന് തത്തുല്യമായി ഗ്രാമസഭയ്ക്ക് പകരം വാർഡ് സഭകളാണുള്ളത്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്നത് ആരുടെ വാക്കുകളാണ്? ഗാന്ധിജിയുടെ. ജനാധിപത്യ ഭരണം എന്നത് ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ്? 8. ഇന്ത്യയിൽ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്. തെലങ്കാന സംസ്ഥാനം രൂപം കൊണ്ടതെന്നാണ്? 2014 ജൂണിൽ. തെലങ്കാന സംസ്ഥാനം രൂപമെടുത്തത് 2014 ജൂണിലാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഏത് താലൂക്കിലാണ്? മണ്ണാർക്കാട് താലൂക്കിൽ. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിലാണ്. പൊങ്കൽ ഏത് സംസ്ഥാനത്തിൻ്റെ പ്രധാന ആഘോഷമാണ്? തമിഴ്നാട്. പൊങ്കൽ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ്. സമുദ്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ശ്രീലങ്ക, മാലദ്വീപ്.
ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഇന്ത്യയുമായി കര അതിർത്തി ഇല്ലാതെ സമുദ്രത്തിൻ്റെ മാത്രം അതിർത്തിയുള്ള അയൽ രാജ്യങ്ങൾ ശ്രീലങ്കയും മാലദ്വീപുമാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം അറിയപ്പെടുന്നത് ബീജമൂലം എന്ന പേരിലാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ബീജമൂലമാണ്. മണ്ണിലേക്ക് വളർന്ന് വേരാകുന്ന വിത്തിൻ്റെ ഭാഗമാണ് ബീജമൂലം. അപ്പം ഒരു വിത്ത് നമ്മൾ നട്ടു, അതിൽ നിന്നും ആദ്യം പൊട്ടിമുളയ്ക്കുന്ന അതിൻ്റെ വേരുകളാണെന്ന് നമുക്കറിയാം. അപ്പോൾ വേര് വന്നതിന് ശേഷമേ മുകളിലോട്ട് മുളയ്ക്കാറുള്ളൂ. അപ്പോൾ മണ്ണിലേക്ക് വളർന്ന് വേരാകുന്ന ആ വിത്തിൻ്റെ ഭാഗം ആണ് ബീജമൂലം. ഇതുപോലെ തന്നെ വിത്ത് മുളയ്ക്കുമ്പോൾ ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, നമുക്ക് കാണാവുന്ന ഭാഗം, അതാണ് ബീജശീർഷം. ഇപ്പോൾ താഴോട്ട് പോകുന്നത് ബീജമൂലവും മുകളിലേക്ക് വരുന്ന നമുക്ക് കാണാവുന്ന ഭാഗമാണ് ബീജശീർഷം. ഈ ബീജശീർഷമാണ് പിന്നീട് കാണ്ഡമായി മാറുന്നത്. ഒരു പ്ലാവ് തന്നെ നമ്മൾ നട്ടാൽ അതിൻ്റെ മുകളിലോട്ട് കിളിച്ചു വരുന്ന ഭാഗം നമുക്കറിയാം, അതിനെ ബീജശീർഷം എന്ന് വിളിക്കുന്നു. പിന്നെ അതിൻ്റെ വലിയ തടി ആയി മാറുന്നത്, കാണ്ഡമായി മാറുന്നത് ഈ ബീജശീർഷമാണ്. ബ്രെയിൻ ലിപി വികസിപ്പിച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ആരാണ്? ലൂയിസ് ബ്രെയിൻ. ബ്രെയിൻ ലിപി വികസിപ്പിച്ചെടുത്ത ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ആരാണ്? ലൂയിസ് ബ്രെയിൻ ആണ്. പാമ്പ് ഗന്ധം തിരിച്ചറിയുന്നത് ഏത് അവയവം ഉപയോഗിച്ചാണ്? നാക്കുപയോഗിച്ച്. പാമ്പ് ഗന്ധം തിരിച്ചറിയുന്നത് നാക്കുപയോഗിച്ചാണ്. നാം ഒരു വസ്തുവിനെ കാണുമ്പോൾ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണ്? റെറ്റിനയിൽ. നാം ഒരു വസ്തുവിനെ കാണുമ്പോൾ പ്രതിബിംബം രൂപപ്പെടുന്നത് കണ്ണിലെ റെറ്റിനയിലാണ്. നിൽക്കാൻ ഒരിടവും ഒരു ഉത്തോലകവും തന്നാൽ ഭൂമിയെ തന്നെ ഉയർത്താമെന്ന് പറഞ്ഞത് ആരാണ്? ആർക്കിമിഡീസ്. നിൽക്കാൻ ഒരിടവും ഒരു ഉത്തോലകവും തന്നാൽ ഭൂമിയെ തന്നെ ഉയർത്താം എന്ന് പറഞ്ഞത് ആർക്കിമിഡീസ് ആണ്. ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്ന സംവിധാനം ഏതാണ്? നീതി ആയോഗ്. ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് എന്നാണ്? 1993. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് 1993-ലാണ്. നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യം. നീലവിപ്ലവം മത്സ്യ ഉൽപാദനവും മറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് നീല വിപ്ലവം. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലകളാണ് ആവരണകല. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലകളാണ് ആവരണകല. മണ്ണ് ഉപയോഗിക്കാതെ ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതി അറിയപ്പെടുന്ന പേരെന്താണ്? ഹൈഡ്രോപോണിക്സ്. മണ്ണ് ഉപയോഗിക്കാതെ ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് എയറോപോണിക്സ്. വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതി അറിയപ്പെടുന്ന പേരെന്താണ്? എയറോപോണിക്സ്. മലബാറി, അട്ടപ്പാടി ബ്ലാക്ക് എന്നിവ ഏത് ജീവിയുടെ ഇനങ്ങളാണ്? ആട്. മലബാറി, അട്ടപ്പാടി ബ്ലാക്ക് എന്നിവ ആടിൻ്റെ ഇനങ്ങളാണ്. ആസാമിൻ്റെ അഭിമാനം എന്നറിയപ്പെടുന്ന പട്ട് ഏതാണ്? മുഗാപ്പട്ട്. ആസാമിൻ്റെ അഭിമാനം എന്നറിയപ്പെടുന്ന പട്ട് മുഗാപ്പട്ടാണ്. വെച്ചൂർ, കാസർഗോഡ് കുള്ളൻ എന്നിവ ഏത് ജീവിയുടെ ഇനങ്ങളാണ്? പശു. വെച്ചൂർ, കാസർഗോഡ് കുള്ളൻ എന്നിവ പശുവിൻ്റെ ഇനങ്ങളാണ്. വെറുമൊരു ആത്മകഥം എന്നത് ആരുടെ കവിതയാണ്? ONV കുറുപ്പ്. വെറുമൊരു ആത്മകഥം എന്നത് ONV കുറുപ്പിൻ്റെ കവിതയാണ്. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1955. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് 1955-ലാണ്. ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭരണഘടനാ ഭാഗം ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ. ഇത് ഉൾപ്പെട്ടിട്ടുള്ളത് ഭരണഘടനയുടെ പാർട്ട് 4-ലാണ്. ഭാഗം 4-ലാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 1976-ലെ 42-ാം ഭേദഗതി. മൗലിക കർത്തവ്യങ്ങൾ അഥവാ കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത് 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? സമ്പാദ്യം,
മിതവ്യയശീലം എന്നിവയാണ്. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഘടകങ്ങൾ സമ്പാദ്യം, മിതവ്യയശീലം എന്നിവയാണ്. സ്കൂളുകളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന പദ്ധതിയുടെ പേരെന്താണ്? സമ്പൂർണ്ണ. സ്കൂൾ കുട്ടികളുടെ വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന പദ്ധതിയുടെ പേര് സമ്പൂർണ്ണ എന്നാണ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി ഏതാണ്? സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏതാണ്? കാർഷിക മേഖല. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല കാർഷിക മേഖലയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏതാണ്? വ്യാവസായിക മേഖലയുമാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ്? 1950 മാർച്ച് 15. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് 1950 മാർച്ച് 15. ഒരു ജാറിൽ ഉപ്പ് ലായനിയും ജലവും എടുക്കുകയാണെങ്കിൽ ഉപ്പ് ലായനി ജാറിന്റെ താഴെയും ജലം ജാറിന്റെ മുകളിലായും സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതിനുള്ള കാരണം എന്താണ്? ഉപ്പ് ലായനിക്ക് സാന്ദ്രത കൂടുതൽ ആയതിനാണ്. അതായത് ഒരു ജാറിൽ നമ്മൾ ഉപ്പ് ലായനിയും ജലവും ഒരുമിച്ച് ഒഴിച്ചാൽ ഉപ്പ് ലായനി ജാറിന്റെ താഴെയും ജലം ജാറിന്റെ മുകളിലായും സ്ഥിതി ചെയ്യുന്നു. ഇതിന് കാരണം ഉപ്പ് ലായനിക്ക് സാന്ദ്രത കൂടുതൽ ആയതിനാലാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. ഭൂമിയുടെ ആകർഷണ ബലം കൊണ്ട് നിർബാധം പതിക്കുന്ന ഏതൊരു വസ്തുവിനും ഉണ്ടാകുന്ന ത്വരണം എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഗുരുത്വാകർഷണ ത്വരണം. ഭൂമിയുടെ ആകർഷണ ബലം കൊണ്ട് നിർബാധം പതിക്കുന്ന ഏതൊരു വസ്തുവിനും ഉണ്ടാകുന്ന ത്വരണമാണ് ഗുരുത്വാകർഷണ ത്വരണം. ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും യൂണിറ്റ് എന്താണ്? മീറ്റർ. ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും യൂണിറ്റ് മീറ്റർ ആണ്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നു എങ്കിൽ ആ ചലനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സമവർത്തുള ചലനം. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ ആ ചലനം അറിയപ്പെടുന്നത് സമവർത്തുള ചലനം എന്ന പേരിലാണ്. ബലത്തെയും ജഡത്വത്തെയും നിർവചിക്കുന്ന ന്യൂട്ടന്റെ ചലന നിയമം ഏതാണ്? ഒന്നാം ചലന നിയമം. ബലത്തെയും ജഡത്വത്തെയും കുറിച്ച് നിർവചനം നൽകുന്ന ന്യൂട്ടന്റെ ചലന നിയമം ഒന്നാം ചലന നിയമമാണ്. ഒരു വസ്തുവിന്റെ വൃത്തപാതയിലൂടെയുള്ള ചലനം അറിയപ്പെടുന്ന പേരെന്താണ്? വർത്തുള ചലനം. ഒരു വസ്തുവിന്റെ വൃത്തപാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? വസ്തുവിന്റെ മാസ്, വസ്തുക്കൾ തമ്മിലുള്ള അകലം. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വസ്തുവിന്റെ മാസും വസ്തുക്കൾ തമ്മിലുള്ള അകലവുമാണ്. ചുവരുകളിൽ മഴക്കാലത്ത് വെള്ളം പടർന്ന് ഇരിക്കുന്നതിന്റെ കാരണം എന്താണ്? കേശികത്വം മൂലമാണ്. ചുവരുകളിൽ മഴക്കാലത്ത് വെള്ളം പടരുന്നതിന് കാരണം കേശികത്വം മൂലമാണ്. ഒന്നിലധികം മേഖലകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കൃഷിരീതി അറിയപ്പെടുന്ന പേരെന്താണ്? സംയോജിത കൃഷിരീതി. ഒന്നിലധികം മേഖലകളെ പരസ്പരം ബന്ധിപ്പിച്ചുള്ള കൃഷിരീതിയാണ് സംയോജിത കൃഷി. സംയോജിത കൃഷിരീതിക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? സാധാരണ കൃഷിയും അതോടൊപ്പം കന്നുകാലി വളർത്തലും അതുപോലെ താറാവ് വളർത്തലും മത്സ്യം വളർത്തലും ഒരുമിച്ച് നടത്തുന്നത് ഇതൊക്കെ സംയോജിത കൃഷിരീതിക്ക് ഉദാഹരണങ്ങളാണ്. എന്തൊക്കെയാണ്? കൃഷിയും അതോടൊപ്പം കന്നുകാലി വളർത്തലും പിന്നെ താറാവ് വളർത്തലും മത്സ്യ വളർത്തലും ഇതൊക്കെ സംയോജിത കൃഷിരീതിക്ക് ഉദാഹരണങ്ങളാണ്. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിള ഏതാണ്? പരുത്തി. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിള പരുത്തിയാണ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു പ്രധാന മൂലകം ഏതാണ്? നൈട്രജൻ.
സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു പ്രധാന മൂലകമാണ് നൈട്രജൻ. ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ്? നന്ദലാൽ ബോസ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചതാരാണ്? നന്ദലാൽ ബോസ് ആണ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചതാരാണ്? വീരേശലിംഗം. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗമാണ്. ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞ ആരാണ്? DS കോത്താരി. ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്നത് ആരുടെ വാക്കുകളാണ്? DS കോത്താരിയുടെ വാക്കുകളാണ്. 300 കെൽവിൻ താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 കിലോഗ്രാം ജലത്തിനും 1 കിലോ വെളിച്ചെണ്ണയ്ക്കും 4200 ജൂൾ താപോർജ്ജം നൽകിയാൽ ഇവയുടെ പുതിയ താപനില എത്ര വീതമായിരിക്കും? ജലത്തിൻ്റേത് 301 കെൽവിനും വെളിച്ചെണ്ണയുടേത് 302 കെൽവിനും. 300 K താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 കിലോ ജലത്തിനും 1 കിലോ വെളിച്ചെണ്ണയ്ക്കും 4200 ജൂൾ താപോർജ്ജം നൽകിയാൽ ഇവയുടെ പുതിയ താപനില ജലത്തിൻ്റേത് 301 കെൽവിനും വെളിച്ചെണ്ണയുടേത് 302 കെൽവിനുമായും മാറും. വർഗീകരണത്തിൻ്റെ അടിസ്ഥാന തലം എന്താണ്? സ്പീസിസ് ആണ്. വർഗീകരണത്തിൻ്റെ അടിസ്ഥാന തലം സ്പീസിസ് ആണ്. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ആദ്യ പുസ്തകം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ആദ്യ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളം ലിപി അച്ചടിച്ചു വന്ന ആദ്യ പുസ്തകം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ്. എന്നാൽ മലയാള ലിപി ആദ്യമായി അച്ചടിച്ചു വന്നത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിലാണ്. അങ്ങനെ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിൽ ആദ്യമായി അച്ചടിച്ചു വന്ന മലയാളം വാക്ക് തെങ്ങ് എന്ന വാക്കാണ്. ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചിട്ടുള്ളത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലബാറിലെ സസ്യലതാദികളെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ്. മലമ്പനിക്കും കരിമ്പനിക്കും കാരണം പ്രോട്ടോസോവയാണ്. മലമ്പനിക്കും കരിമ്പനിക്കും കാരണം പ്രോട്ടോസോവയാണ്. എലിപ്പനി, മാൾട്ടാപ്പനി എന്നീ പനികൾക്ക് കാരണം ബാക്ടീരിയയാണ്. എലിപ്പനിക്കും മാൾട്ടാപ്പനിക്കും കാരണം ബാക്ടീരിയയാണ്. പക്ഷിപ്പനി, പന്നിപ്പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, കുരങ്ങുപനി, സിക്കാപ്പനി, നിപ്പാപ്പനി, ലാസാപ്പനി, വെസ്റ്റ് നൈൽ പനി എന്നീ പനികൾ ഉണ്ടാകാൻ കാരണം വൈറസാണ്. പക്ഷിപ്പനി, പന്നിപ്പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, കുരങ്ങുപനി, സിക്കാപ്പനി, നിപ്പാപ്പനി, ലാസാപ്പനി, വെസ്റ്റ് നൈൽ പനി എന്നീ പനികൾക്ക് കാരണം വൈറസുമാണ്.